ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് മിറർ മാനിഫെസ്റ്റേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറേ സ്ഥലത്ത് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും മിറർ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ പേര് പോലെ തന്നെ മിറർ അല്ലെങ്കിൽ കണ്ണാടി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നടത്തുന്നത്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈ പറഞ്ഞ മിറർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് വർക്കാവുന്നത്? നമുക്ക് ഊർജം തരുന്ന അല്ലെങ്കിൽ കോൺഫിഡൻസ് തരുന്ന അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഒരു മിറർ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ അലമാരയുടെയൊക്കെ അല്ലെങ്കിൽ ഷെൽഫിൻ്റെ ഒക്കെ മിറർ ഉണ്ടാവും. ആ മിററിൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കുക. എന്നിട്ട് ഒരു അഫർമേഷൻ ഏതെങ്കിലും പറയുക, അല്ലെങ്കിൽ ഒരു അഫർമേഷനോ അല്ലെങ്കിൽ നമ്പർ ഓഫ് അഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയാണ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം ലോയൽ, ഐ ആം റിച്ച്, ഐ ആം എ മണി മാഗ്നറ്റ്. അങ്ങനെ നിങ്ങൾ അഫർമേഷൻസ് പറയുമ്പം അത് കൂടുതലായിട്ട് നമ്മളുടെ മനസ്സിനകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾ ഞാനിപ്പോൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫർമേഷൻസ് ഏത് വേണമെന്നുണ്ടെങ്കിലും പറയാം. നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാം. കൂടുതൽ അഫർമേഷൻസ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള അഫർമേഷൻസ് മാത്രം എടുക്കുക. എന്നിട്ട് അത് ഫീൽ ചെയ്ത് ഒരു 3 അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം എടുത്തുകൊണ്ട് എങ്കിലും 3 അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം എടുത്തുകൊണ്ടെങ്കിലും നമ്മൾ പറയാൻ നോക്കാം. അപ്പോൾ ആ പർട്ടിക്കുലർ ആഗ്രഹങ്ങൾ നമ്മൾ നടന്നു എന്ന രീതിയിൽ ഫീൽ ചെയ്ത് പറയുക. ഫീൽ ചെയ്യാന്ന് നമ്മൾ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എടുക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ പ്ലാൻ ഇട്ടു എന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചധികം എമൗണ്ട് വരുന്ന ഒരു യാത്ര ആയിരിക്കാം അത്. അപ്പം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ബാലിയിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ബാലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എമൗണ്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സേവിങ്സിൽ നിന്നല്ലാതെ നമ്മൾ വേറൊരു എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പോകാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മൾ ക്യാഷ് റെഡി ആയിട്ടില്ലെങ്കിലും നമ്മൾ ആ സ്വപ്നത്തിലേക്ക് അത് സ്വപ്നം കാണും അല്ലേ. ബാലിയിൽ എത്തുന്നതും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വപ്നം കാണും. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മളത് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫീൽ ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിലും നമ്മൾ അവിടെ എത്തി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ട്രിപ്പിലാണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു ഫീൽ ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നത്. അപ്പം ഓരോ അഫർമേഷൻസ് പറയുമ്പോഴും ഇപ്പം നിങ്ങൾ റിച്ച് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ റിച്ച് ആണ് അല്ലെങ്കിൽ ഞാൻ പണക്കാരനാണ്, പണക്കാരിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഫീലോട് കൂടി വേണം മിററിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വഴി നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന വഴി നമ്മുടെ വൈബ്രേഷൻ അങ്ങനെ നമ്മുടെ പോസിറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് വർക്കൗട്ട് ആവുന്നത് ഹൈ വൈബ്രേഷനുള്ള സമയത്താണ് ഈ മാനിഫെസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യുക. ഒരു മോർണിംഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഡേ എന്ന് പറയുന്നത് കുറച്ചും കൂടി കോൺഫിഡൻസോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അലൈൻഡ് ആയിരിക്കും നിങ്ങളുടെ ഗോളിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് പെർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു ഗോളൊക്കെ ഉണ്ട്, അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗോളിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അഫർമേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ. അപ്പം യാതൊരുവിധ നെഗറ്റീവ് തോട്ട്സും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡേ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ഒരു മന്ത് കഴിയും, പിന്നെ ഒരു ഇത്തരം നമ്പർ ഓഫ് മന്ത്സ് കഴിയും, ഇത്തരം ഇയർ കഴിയും. അപ്പം എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ അലൈൻഡ് ആവും നമ്മുടെ ഗോൾസുമായിട്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഈ ഒരു മിറർ മാനിഫെസ്റ്റേഷൻ ഒന്ന് ട്രൈ ചെയ്യുക. പുതിയതായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി പെട്ടെന്ന് അപ്ഡേറ്റ് കിട്ടുകയും ചെയ്യും. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ഡേറ്റ് കിട്ടും. അപ്പം കണ്ടൻസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമയം തീരെ കോംപ്രമൈസ് ചെയ്യുവാനില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലേ? അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മിറർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകം ചിലവുകളും കാര്യങ്ങളൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മിറർ മാത്രം കൊണ്ട് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നിങ്ങളുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പുതിയൊരു തുടക്കമാവട്ടെ. നിങ്ങൾക്ക് മിറർ മാനിഫെസ്റ്റേഷൻ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഈസി മെത്തേഡിലൂടെ മാനിഫെസ്റ്റേഷൻ്റെ വലിയൊരു വേൾഡിലേക്ക് തന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. കൂടാതെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും ഉള്ളവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും ഡ്രീംസും ഗോൾസ് എല്ലാം ഫുൾഫില്ല് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.